ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ്. കാലവർഷം പതിവിന് വിപരീതമായി ഒരാഴ്ച മുൻപേ എത്തുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അതിശക്തമായ മഴ തന്നെയായിരുന്നു. ഇടയ്ക്ക് ഒരു ശമനം ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസമായി വീണ്ടും അത് സജീവമാകുന്ന കാഴ്ച സംസ്ഥാനത്തുടനീളം കാണുന്നു. ഇന്ന് 9 ജില്ലകൾക്കാണ് റെഡ് അലർട്ട്, ബാക്കി ജില്ലകൾക്ക് ഓറഞ്ച് മുന്നറിയിപ്പുമാണ്. സംസ്ഥാനത്തുടനീളം അതിശക്തമായ മഴയും വെള്ളക്കെട്ടുമൊക്കെ രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിലൊക്കെ ഉപരി ഇപ്പോൾ വലിയ കാറ്റാണ് കേരളത്തിൽ. സാധാരണ തീരദേശങ്ങളിൽ നിന്ന് വലിയ രീതിയിൽ ഇതിങ്ങനെ അടിച്ചു കയറുന്ന ഒരു പ്രതിഭാസം കൂടി കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അതിശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണ് തന്നെ നിരവധി അപകടങ്ങൾ ഉണ്ടായി. അതുമാത്രമല്ല, ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ തന്നെ ഈ അതിശക്തമായ കാറ്റിൽ പലരും പല ദുരിതങ്ങളും അനുഭവിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഒടിഞ്ഞു വീഴുന്നതുവരെ മരങ്ങളെ ഇങ്ങനെ നിർത്തുക, നഗരപ്രദേശങ്ങളിലടക്കം. അത് ഒടിഞ്ഞു വീണതിന് ശേഷം മാത്രം മുറിച്ചു മാറ്റി ഏതെങ്കിലും ഒരു വശത്തേക്ക് ഇടുക. ഇത്രമാത്രം യാതൊരു ഗൗരവ സ്വഭാവവും കാണിക്കാതെയാണ് സംവിധാനങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. അതോടൊപ്പമാണ് ഇത്തരത്തിൽ മലയിടിച്ചിൽ, മണ്ണിടിച്ചിൽ, തീരദേശവാസികളുടെ ദുരിതം, ഇതൊക്കെ ഇങ്ങനെ ആവർത്തിക്കുകയാണ്. ഓരോ വർഷവും ആവർത്തിക്കുകയാണ്. മാധ്യമ ശ്രദ്ധ നേടുന്നു, മാധ്യമങ്ങൾ ഇത് പൊതുസമൂഹത്തിനോട് ചോദിക്കുന്നു, മുന്നോട്ട് കൊണ്ടുവരുന്നു. പക്ഷേ തികഞ്ഞ അലംഭാവം തന്നെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണോ ഈ ദുരിതപ്പെയ്ത്ത് കാലയളവിലും നമുക്ക് മനസ്സിലാക്കേണ്ടത്? വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ട് വേണേൽ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. ഒന്ന്, നമ്മളിപ്പോൾ പറയുന്നത് ദുരിതപ്പെയ്ത്താണെന്നാണ് എല്ലാവരും പറയുന്നത്. ശരിക്കും കാലാവസ്ഥാ വകുപ്പിൻ്റെ കണക്കനുസരിച്ച് ദുരിതപ്പെയ്ത്തായിട്ടില്ല. 39 ഇന്ന് ഞാൻ സംസാരിക്കുമ്പോൾ 1/6, അതായത് ജൂൺ മാസം 1-ാം തീയതി മുതൽ 16-ാം തീയതി വരെയുള്ള ഇന്ന് വരെ സംസ്ഥാനത്ത് കിട്ടേണ്ട മഴയുടെ 39% മഴ കുറച്ചാണ് കിട്ടിയിരിക്കുന്നത്. മലയാളി തിരിച്ചറിയേണ്ടുന്ന ചില കാര്യങ്ങളാണ്. അതേസമയം മെയ് മാസത്തിൽ ചരിത്രത്തിലില്ലാത്ത വിധം കഴിഞ്ഞ 19 വർഷങ്ങൾക്ക് ശേഷം മെയ് മാസം 24-ാം തീയതി മുതൽ 30-ാം തീയതി വരെ നല്ല മഴയുമായിരുന്നു. അപ്പോൾ അങ്ങനെ നല്ല മഴ പെയ്ത് കിടന്നൊരു സ്ഥലത്ത് ചെറിയ മഴകളാണിപ്പോൾ വരുന്നത്. വലിയ മഴ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ മഴക്കാലത്തിന് തൊട്ട് മുമ്പ് നമുക്ക് വേനൽക്കാലമുണ്ട്. കേരളത്തിൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യം, മഴക്കാലം മറ്റ് സംസ്ഥാനങ്ങളെയോ മറ്റ് രാജ്യങ്ങളെയോ പോലെ തുടർച്ചയായ 6 മാസം മഴയും 6 മാസം അങ്ങനെയൊന്നുമല്ല. നമുക്ക് വളരെ കൃത്യമായ ഇടവേളകളിൽ, പിന്നെ ജൂണിലെ മഴ കഴിഞ്ഞാൽ നമുക്ക് ഇടവേള കിട്ടും, തുലാവർഷം കഴിഞ്ഞാൽ ഇടവേള കിട്ടും, കാലവർഷത്തിന് കിട്ടും, വേനൽ, എല്ലാത്തിനും നമുക്ക് ഇടവേളകൾ കിട്ടും. നമ്മൾ 3 പ്രവർത്തികൾ നേരത്തെ ചെയ്യേണ്ടിയിരുന്നു. അത് ചെയ്യാത്തതിൻ്റെ കുറേ ദുരന്തങ്ങളുണ്ട്. ഒന്ന്, ഞാനിന്ന് വരുമ്പോൾ തന്നെ റോഡ് പണി വ്യാപകമായി നടക്കുന്നുണ്ട്. ജൂൺ മാസത്തിൽ റോഡ് പണി നടക്കുന്ന, അല്ലെങ്കിൽ മൺസൂൺ കാലഘട്ടത്തിൽ റോഡ് പണി നടക്കുന്ന അപൂർവം സംസ്ഥാനങ്ങളിൽ ഒന്നായിരിക്കും നമ്മുടേത്. എന്തുകൊണ്ട് നമുക്ക് മാർച്ച്, ഏപ്രിൽ മാസങ്ങൾ, മെയ് പകുതി ആകുമ്പോൾ നമ്മുടെ റോഡ് പണി നന്നായി തീർക്കാൻ നമുക്ക് കഴിയുന്നില്ല? ഒന്നാമത്തെ, അത് റീഷെഡ്യൂൾ ചെയ്യണം. രണ്ടാമത്തെ കാര്യമാണ്, ഈ ഇലക്ട്രിസിറ്റി വലിയ പ്രശ്നമാണ്. മഴ വന്നാൽ, കാറ്റ് വന്നാൽ ഇലക്ട്രിസിറ്റി വലിയ പ്രശ്നമാണ്. ആ പ്രശ്നങ്ങളിൽ മഹാഭൂരിപക്ഷവും പ്രത്യേകിച്ച് നഗരങ്ങളിലും ഗ്രാമങ്ങളിലും വരുന്നത് ഇലക്ട്രിസിറ്റി ലൈനുകളിൽ മരച്ചില്ലകൾ ഒടിഞ്ഞു വീഴുന്നതാണ്. കഴിഞ്ഞ 3-4 ദിവസമായി നഗരത്തിലെ വിവിധ ഭാഗങ്ങളിൽ ഇത് സംഭവിക്കുന്നു. എന്തുകൊണ്ട് മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ ഇലക്ട്രിസിറ്റി ബോർഡും ജനങ്ങളും കോർപ്പറേഷനുകളും പഞ്ചായത്തുകളും സംയുക്ത ആഭിമുഖ്യത്തിൽ കൃത്യമായി ഈ ലൈനുകളുടെ മുകളിൽ പോകുന്ന മരച്ചില്ലകൾ മുറിച്ച് മാറ്റേണ്ടതാണ്. അതുപോലെ തന്നെ മാലിന്യ സംസ്കരണത്തിൽ നമുക്ക് യാതൊരു ധാരണയുമില്ല. മാലിന്യ സംസ്കരണത്തിൽ കാണിക്കുന്ന അലംഭാവവും അശാസ്ത്രീയതയും കൊണ്ടാണ് ഓടകളും അതുപോലെ റോഡുമെല്ലാം പെട്ടെന്ന് നിറയുകയും വെള്ളപ്പൊക്കത്തിലേക്കും വെള്ളക്കെട്ടിലേക്കും പോകുന്നത്. ഇതാണ് ഒരു വശത്ത് നടക്കുന്ന കഥ. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, വയനാട് ഇപ്പോൾ വലിയ മഴ പെയ്തിട്ടില്ല, ഇനി മഴ വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇടുക്കിയിലും വലിയ മഴ പെയ്തിട്ടില്ല. കൂടുതൽ മഴ പെയ്തിരിക്കുന്നത് നഗരപഞ്ചായത്തുകളുള്ള പഞ്ചായത്തുകളിലേക്കാണ്, കൂടുതൽ അർബനൈസ് ചെയ്ത പഞ്ചായത്തുകളിലേക്കാണ്. അപ്പോൾ സ്വാഭാവികമായും ഇനി വലിയ മഴ വരാനിരിക്കുന്നു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ തീർച്ചയായും നമ്മുടെ തയ്യാറെടുപ്പുകൾ എവിടെ പോയി എന്നാണ് എന്നോട് ചോദിച്ചിരിക്കുന്നത്. തയ്യാറെടുപ്പുകളെ സംബന്ധിച്ചിടത്തോളം ഒന്നുകിൽ നമുക്കിത് അറിയില്ല, അല്ലെങ്കിൽ നമുക്കിത് ചെയ്യാൻ കഴിയില്ല. വേറൊരു വലിയ പ്രതിസന്ധിയുണ്ട്. ഇപ്പോൾ സർക്കാർ എന്തെല്ലാം പറഞ്ഞാലും കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഓരോ വകുപ്പുകളുടെയും പണം കൊടുക്കാൻ അവരെ പണമില്ല, ഖജനാവിൽ പൈസ ഇല്ല എന്നാണ് പറയുന്നത്. എന്നാൽ മറ്റു ചില ആവശ്യങ്ങൾക്ക് പൈസ ഉണ്ട് താനും, അത് വേറെ വിഷയം. ഇതിൻ്റെ പ്രയോറിറ്റി എന്ത് എന്നുള്ളതാണ് പ്രധാനം. ഇപ്പോൾ PSC അംഗങ്ങളുടെ റേറ്റ് കൂട്ടുക, അല്ലെങ്കിൽ സാലറി കൂട്ടുക, പിന്നെ സോഷ്യൽ മീഡിയയിൽ കണ്ടൻറ് റൈറ്റർമാരുടെ സാലറി കൂട്ടുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കെല്ലാം അവർക്ക് പൈസ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രയോറിറ്റി എന്താണെന്നുള്ളതാണ്. അപ്പം മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ, കടൽ തീരത്തായാലും, ഇപ്പോൾ കടൽ തീരത്ത് തന്നെ ജനങ്ങൾ ചാക്കും ചെളിയൊക്കെ കൊണ്ടിടുന്നു എന്ന് പറയുന്നു. എത്രയോ വർഷങ്ങളായി ഇതവിടെ വരുന്നതാണ്. ഇതെല്ലാം ജനങ്ങളുടെ സഹായത്തോടെയോ സർക്കാരിൻ്റെ സഹായത്തോടെയോ അല്ലെങ്കിൽ പഞ്ചായത്തുകളോ ആരാണിത് ചെയ്യേണ്ടത്? അവരത് ഒന്നുകിൽ അവർ പണം എടുക്കേണ്ട. ഇപ്പോൾ ഈ എടുത്ത പണം തന്നെ ജനങ്ങളാണ് എടുത്തെങ്കിൽ അവരെ കയ്യിൽ നിന്നും വാങ്ങി അവരുടെയും കൂടെ സഹകരണത്തോട് ഗവൺമെൻറ്റിന് ആലോചിക്കാമല്ലോ, കോർപ്പറേഷനൊക്കെ. പക്ഷേ ഇങ്ങനെ ഒരു തയ്യാറെടുപ്പ്, ഒരു ഡിസാസ്റ്റർ പ്രിപ്പയർഡ്നെസ് നമ്മുടെ സംസ്ഥാനത്ത് ഇല്ല എന്ന് മാത്രമല്ല,
നമ്മൾ വലിയ അബദ്ധ പഞ്ചാംഗമാണ്. കപ്പൽ അപകടം ഉണ്ടായപ്പോൾ നമ്മൾ പറഞ്ഞത് വടക്കോട്ടുള്ള ആളുകൾ കൊച്ചിയിൽ കപ്പൽ അപകടം MSC കപ്പൽ അപകടം ഉണ്ടായപ്പോൾ ഇവിടെ അനൗൺസ്മെൻറ്റ് വന്നത് എല്ലാ ചാനലുകളിലും പത്രങ്ങളും KSDMയുടെ അനൗൺസ്മെൻറ്റ് കൊടുത്തത് വടക്കോട്ടുള്ള കടൽ തീരത്തുള്ളവർ ശ്രദ്ധിച്ചോളാൻ. പക്ഷേ മുഴുവൻ കണ്ടെയ്നറും വന്നത് തെക്കോട്ടാണ്. അപ്പോൾ ഇതൊക്കെ എന്താണ് നമ്മുടെ ശാസ്ത്രം, എന്താണ് നമ്മുടെ സ്ഥാപനങ്ങൾ, എന്താണ് നമ്മുടെ സംവിധാനം? മാത്രമല്ല ആ അവശിഷ്ടങ്ങളൊക്കെ തീരെ തടിഞ്ഞിട്ട് അത് നീക്കം ചെയ്യാതെ എത്രയോ ആഴ്ചയാണ്. അതറിയില്ല, എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് അറിയില്ല. നമുക്ക് ആഴ്ചകളെന്നുള്ളതല്ല, ഇതൊന്നും നമുക്ക് അറിയില്ല. ഒന്നുകിൽ നമ്മൾ പരാജിതരാണ്. ആദ്യം ചെയ്യേണ്ടത് മലയാളി ആദ്യമായി, പ്രത്യേകിച്ച് ഈ ഗവൺമെൻറ് ആദ്യം ചെയ്യേണ്ടത്, നമ്മൾക്ക് ചില പരാജയങ്ങളുണ്ട്, ചില കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നമ്മൾ അത്ര കേമന്മാരല്ല എന്ന് നമ്മൾ ആദ്യം ആ കേമന്മാരല്ല എന്ന് പറയുമ്പോൾ ഇലക്ഷൻ്റെ പ്രശ്നം വരും, വോട്ടിൻ്റെ പ്രശ്നം വരും. നമ്മൾ മിടുക്കരാണെന്ന് പറഞ്ഞു പോയി, ഇതാ ലോക മാതൃകയാണ്, കേരളം മാതൃകയാണെന്ന് പറഞ്ഞാണ് നമ്മൾ നിൽക്കുന്നത്. അതല്ല എന്നുള്ള സത്യസന്ധമായ വിലയിരുത്തൽ നടത്താൻ ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും കഴിയുന്നില്ല. ഇവിടെ 90-കൾക്ക് 2000-ന് ശേഷം നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഒരു ക്ലീശയാണ് കേരളം ലോക മാതൃകയെന്ന്. അതിനകത്ത് പെട്ട് കിടക്കുകയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും. എടുത്ത വായിൽ അവർ പറയും ഇവിടെ സമ്പൂർണ്ണ സാക്ഷരതയല്ലേ, ഇവിടെ ഫെർട്ടിലിറ്റി റേറ്റിങ്ങിനല്ലേ, കുട്ടികളുടെ ശിശുമരണ നിരക്ക് കുറച്ചില്ലേ, ഗർഭിണികളുടെ മരണം കുറച്ചില്ലേ, പോഷകാഹാരം കൂടുതൽ കൊടുക്കുന്നില്ലേ, ഇങ്ങനെ ചില അന്താരാഷ്ട്ര തലത്തിൽ ഉണ്ടാക്കി വെച്ച ചില ഇൻഡെക്സുകൾ എടുത്തു വെച്ചിട്ട് യഥാർത്ഥ പ്രശ്നത്തെ നമ്മൾ അഡ്രസ്സ് ചെയ്യില്ല. അത് മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നം അഡ്രസ്സ് ചെയ്യത്തില്ല, മലയോരക്കാരുടെ പ്രശ്നം അഡ്രസ്സ് ചെയ്യത്തില്ല. നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിൻ്റെ കിലോമീറ്റർ അകലെ 90 വയസ്സ് കഴിഞ്ഞ ഗ്രോവാസുവിൻ്റെ നേതൃത്വത്തിൽ, ഇടയ്ക്ക് അദ്ദേഹം ജയിലിലൊക്കെ ആയിരുന്നു, നേതൃത്വത്തിൽ ആദിവാസികൾ എങ്ങളുടെ മണ്ണ് എങ്ങൾക്കെന്ന് പറഞ്ഞൊരു സമരം നടത്തുന്നുണ്ട്. ആരെങ്കിലും കണ്ടോ? 10ഓളം മന്ത്രിമാരാണ് നിലമ്പൂർ ഇപ്പോൾ പ്രചരണത്തിന് പോയിട്ടുള്ളത്. എല്ലാ പാർട്ടികളുടെയും നേതാക്കൾ പോയിട്ടുണ്ട്, സാംസ്കാരിക നായകർ എല്ലാവരും പോയി പറഞ്ഞിട്ടുണ്ട്. സ്വരാജ് നിയമസഭയിൽ വന്നില്ലെങ്കിൽ അതിൻ്റെ താഴെക്കൂടം താഴേക്ക് ഇടിഞ്ഞു വീഴുമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ വല്ല കാര്യമുണ്ടോ? ഇവരാരെങ്കിലും ആദിവാസികൾ അവിടെ കാണുന്നുണ്ടോ? അപ്പോൾ ഇതൊന്നും കാണാൻ ഒരു മധ്യവർഗത്തിൻ്റെ കേരളത്തിന്, ഈ പറയുന്ന തീരദേശത്തെ ജനങ്ങളെ കാണാൻ, ആദിവാസികളെ കാണാൻ, മലയോര പ്രദേശത്തെ ആളുകളെ കാണാൻ, മത്സ്യത്തൊഴിലാളികൾ കാണാൻ, പിന്നെ അതുപോലെ തന്നെ ഈ നമ്മുടെ നഗരങ്ങളെ കാണാൻ ഒന്നും ഒരു ധാരണയില്ല. കൊച്ചി നഗരത്തെക്കുറിച്ച് അധിക്ഷേപകരമായ വളരെ മോശമായ ആക്ഷേപം പറഞ്ഞത് ഹൈക്കോടതിയാണ്, ഞാനല്ല. ഹൈക്കോടതി പറഞ്ഞിട്ടിപ്പോൾ എത്ര മാസമായി? 1.5 മാസമായി. എന്തെങ്കിലും കൊച്ചി നഗരസഭയോ കേരള സർക്കാരോ സംവിധാനങ്ങളോ ആരെങ്കിലും എന്തെങ്കിലും കൊച്ചി നഗരത്തിൽ ചെയ്തിട്ടുണ്ടോ? വീണ്ടും അവിടെ വെള്ളക്കെട്ട് തന്നെയാണ്. കളമശ്ശേരിയിൽ മേഘസ്ഫോടനം. എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്? ഇതാരോടാണെന്ന് ചോദിക്കുക. നേരത്തെ ചോദിക്കാനെങ്കിലും ആളുകളുണ്ടായിരുന്നു. ഇപ്പോൾ ചോദിച്ചാൽ എന്താ? ചോദിച്ചാൽ സോഷ്യൽ മീഡിയയിൽ ചോദിക്കുന്നവനെ കൊല്ലും, അല്ലെങ്കിൽ അവരുടെ ബാക്ക്ഗ്രൗണ്ടിൽ തിരക്കി നടക്കും. അപ്പുറം വളരെ കൃത്യമായി നമുക്കൊരു ഡിസാസ്റ്റർ പ്രിപ്പയർഡ്നെസ്സോ, കാട് മുതൽ കടൽ വരെ അല്ലെങ്കിൽ കടൽ മുതൽ കാട് വരെയുള്ള പ്രദേശങ്ങളെ ഇപ്പോൾ വന്യമൃഗങ്ങൾ, എന്തുകൊണ്ട് ഇത്രയും വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നു? ഇതൊന്നും ചർച്ച ചെയ്യാൻ നമുക്ക് സമയമില്ല. ഇതിവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ അജണ്ടയുമല്ല. ഞാൻ ഒരു കാര്യം പറഞ്ഞ് ആ ഭാഗം അവസാനിപ്പിക്കാം. നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് നോക്കൂ, മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ പോയി സംസാരിക്കുന്നത് എന്താണ്? എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പറയുന്നതാണ് ജമാഅത്ത് ഇസ്ലാമി എങ്ങോട്ട് എടുക്കണം, SDP എങ്ങോട്ട് എടുക്കണം, PDP ആരെ കൂടെ നിൽക്കണം, അങ്ങനെയുള്ള വർഗീയമായ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് പെട്ടി എങ്ങോട്ട് പോയി? ഇത്തരം കാര്യങ്ങളാണോ കേരളത്തിൽ ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടത്? ഇവിടെ അതിരൂക്ഷമായ കാലാവസ്ഥ വ്യതിയാനമാണ്, ശക്തമായ മഴയാണ്. ആ മഴയെ താങ്ങാനുള്ള കഴിവ് കേരളത്തിന് നഷ്ടപ്പെട്ടിട്ട് എത്രയോ വർഷമായി. ഇവിടെ ദുരിതമാണ്. മഴ മാത്രമല്ല പ്രശ്നം. ഈ പ്രശ്നങ്ങളൊന്നും ചർച്ച ചെയ്യുവാനോ അത് മുഖ്യധാര അജണ്ടയാക്കുവാനോ ഇവിടെ ആർക്കും താല്പര്യമില്ല. ഇത് കുറേ ജനങ്ങൾ, പാവങ്ങൾ അനുഭവിക്കുന്നു. കുറച്ച് പേർ അതിൻ്റെ പേരിൽ വേറെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ജീവിച്ചു പോകുന്ന ഒരു വല്ലാത്തൊരു സമൂഹമായി നമ്മൾ മാറുകയാണ്.